ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? അഡ്വക്കേറ്റ് ആളൂർ മരിച്ച സംഭവമല്ലേ, അതിനെ കുറച്ചിട്ട് ഇങ്ങനെ കമൻറ്റുകൾ കുറേ കാണുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ റീൽസും ചെയ്തിട്ടുണ്ട്, ഓരോരുത്തർ ഓരോരോ വിഷമങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ മരിച്ചാണ്ടാവില്ലേ, കുട്ടി ഗോഷ്ഠി പാട്ടും പാടിയൊക്കെ കൊണ്ടുപോകണം, ചെണ്ടകൊട്ടും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കേട്ടിട്ടാ. ഞാൻ കണ്ടിട്ടില്ല, റിയലായിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ പോലെ വീഡിയോസിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു അവസ്ഥയാണ് ആളൂർ മരിച്ചപ്പോൾ ഉണ്ടായത്. ജനങ്ങൾ ആഘോഷിക്കരുത്. അതിന് ഒറ്റ കാരണമാണ്, അയാൾ പഠിച്ച തൊഴിൽ എടുത്തു എന്നുള്ളത്. വക്കീലെന്ന് പറഞ്ഞാൽ കാശ് ആര് കൊടുക്കണം? അവർക്ക് വേണ്ടി വാദിക്കില്ല, കാശ് കിട്ടാനല്ല എല്ലാവരും പണിയെടുക്കണത്. അപ്പോൾ കിട്ടാവുന്നത് ഏറ്റവും കൂടുതൽ എവിടുന്നാണ് കിട്ടുകയെങ്കിൽ അവിടെ പിന്നെ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തല, അതാണ്. അപ്പോൾ അയാൾക്ക് ക്രിമിനലുകൾക്ക് വേണ്ടി വാദിച്ചാലാണ് അയാൾക്ക് കുറേ അധികം കാശ് കിട്ടുക. അപ്പം അതുകൊണ്ടാണ് അയാൾ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് വാദിച്ചത്. എന്നാലും ആ ജിഷ വധക്കേസിൽ, അതേപോലെ സൗമ്യ വധക്കേസിലൊക്കെ അവരെ പോയി രക്ഷിക്കാൻ പോയത് അത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ആ ഒരു വിഷയത്തിലാണ് ജനങ്ങൾക്ക് ഇത്രയും അയാളോട് ദേഷ്യം തോന്നാണ്ടായ കാരണം. ജിഷയുടെ അമ്മ പറയുന്ന ഒരു ന്യൂസ് ചാനലിലാർക്ക് അഭിമുഖം കൊടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട്, പറയുന്ന ഒരു ഇത് കേട്ട്, അയാൾ ചാവാൻ ഞാൻ ആഗ്രഹിച്ചതാണ്, അയാളെപ്പോലെ ഒരു വക്കീൽ ഈ ലോകത്തിന് വേണ്ടാന്ന്. അതിപ്പോൾ എന്താ പറയുക, അയാളുള്ളത് ക്രിമിനൽ കുറ്റം ചെയ്യുന്നവർക്കൊക്കെ ഒരു ധൈര്യം എന്ന് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അയാൾ ജീവിച്ചിരിക്കുന്നത്, അയാൾ ഈ ലോകത്തുണ്ട്, അപ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറച്ച് കാശുണ്ടായാൽ മതി എന്നുള്ള ആ ഒരു മനോഭാവം ജനങ്ങളുടെ, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരിൽ അങ്ങനത്തെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അയാളുണ്ടല്ലോ, പൈസ ഉണ്ടായാൽ മതിയല്ലോ എന്നുള്ള ആ ഒരു ധൈര്യം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ മര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് അയാളൊരു പേടി സ്വപ്നമായിരുന്നു. നമുക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താൽ നമുക്കൊരു നീതി ലഭിക്കില്ല എന്നുള്ള ആ ഒരു ഭയം മര്യാദക്ക് നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ജിഷയുടെ അമ്മ പറഞ്ഞത് മാത്രമല്ല, വേറൊരു റീലും കണ്ട്, അത് റീൽസാണ് കണ്ടത്. അയാൾ മരിക്കാൻ, ആ വക്കീൽ മരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു തന്നത് നടന്ന്. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അതിൻ്റെ സന്തോഷപൂർവ്വം ഞാൻ നല്ലൊരു ഫുഡൊക്കെ വാങ്ങി കഴിക്കണമെന്നും പറഞ്ഞിട്ട് കാണിച്ചത്, കോഴി പൊരിച്ച് തന്നിട്ടൊക്കെ തിന്നായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് ആൾക്കാർ, ഞാനതിനെ പറ്റിയൊരു കമൻറ്റ് പാടാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ വക്കീൽ മരിച്ചെന്ന്, ആളൂർ വക്കീൽ മരിച്ചെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ വന്ന് നോക്കിയപ്പോൾ, ഫേസ്ബുക്കിലൊക്കെയാണ് അത് ആദ്യം വരാറ്, പക്ഷെ ഞാൻ നോക്കിയത് യൂട്യൂബിലാണ്. അപ്പോൾ നോക്കിയപ്പോൾ കണ്ട്, അപ്പോഴും എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു സന്തോഷം തോന്നി. അപ്പോൾ എനിക്കും പറഞ്ഞ പോലെ സന്തോഷം തോന്നിയിട്ട്. ജിഷ കേസിലൊന്നും ഞാനത് നോക്കിയിട്ടില്ല, അങ്ങനെ അയാളാണ് അതിനെ പറ്റിയൊന്നും. ഞാൻ സൗമ്യ കേസിലാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. സൗമ്യ കേസിലാണ് അയാൾ വധശിക്ഷക്ക് വിധിച്ച ആളെന്നെ ജീവപര്യന്തം എന്നിട്ടൊക്കെ ആക്കി കൊടുത്തതാ കാര്യം, അതാണ് അറിഞ്ഞത്. അപ്പം ആ ഒരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളിൽ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുക അതെൻ്റെ പൊട്ട മനസ്സുകൊണ്ട് തോന്നണതാവും.
അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഞാൻ പൊട്ടിയെന്ന് എല്ലാവരും പൊട്ടത്തിയെന്ന് എല്ലാവരും പറയും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും വിചാരിച്ച് അതെൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നണതാവും അങ്ങനെ. പക്ഷേ അയാൾ മരിച്ചപ്പോഴല്ല അറിയണത് എല്ലാ ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെ മനസ്സിലും അയാൾ ഒരു പേടി സ്വപ്നം, അയാൾ വേഗം മരിക്കട്ടെ എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ആൾക്കാരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മരിക്കാനൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അയാൾ ഉണ്ടായാൽ ഈ ഓരോരോ കുറ്റങ്ങളൊക്കെ ഓരോരുത്തരിങ്ങനെ ചെയ്തൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ അഫാൻ്റെ കേസ് പോലെ ഉള്ള കേസുകളൊക്കെ നടക്കുമ്പോൾ ഞാൻ അപ്പോഴും വിചാരിക്കും അതൊക്കെ ആളൊരു വക്കീൽ ഒക്കെ അവനെ ഇറക്കിക്കൊണ്ടുവന്നോളും എന്നുള്ള അങ്ങനെ തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു അയാളുടെ മരണം. അതാണല്ലോ ഇപ്പം ഇത്ര പരസ്യമായിട്ടൊക്കെ വന്ന് പറയണത്. അയാൾ വേണ്ട, അയാളെപ്പോലെ ഒരു വക്കീൽ ലോകത്തിന് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ക്രിമിനൽ കുറ്റങ്ങളൊന്നും കുറയാൻ പോണില്ല. പക്ഷെ എന്നാലും ചെയ്യണവർക്കൊരു ഭയം ഉണ്ടാവും. രക്ഷിക്കാൻ ആളില്ല എന്നുള്ള ഒരു ഭയം ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. പറയാൻ പറ്റില്ല. അപ്പം അത്ര ഉള്ളൊന്നും ലോങ് വീഡിയോ ഇല്ല. എന്നൊക്കെ ഒരു പുറത്തേക്കൊന്ന് പോകണം. അപ്പോൾ പിന്നെ വീഡിയോ അധികം നേരം എടുക്കാനൊന്നും സമയമില്ല, അപ്ലോഡ് ചെയ്യാൻ സമയമില്ല. പെട്ടെന്ന് ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അത്ര പെട്ടെന്ന് അപ്ലോഡ് ആവില്ല. അപ്പോൾ പിന്നെ പോകുമ്പോഴത്തേന് അപ്ലോഡ് ആക്കിയില്ലെങ്കിൽ അത് പിന്നെ നടക്കില്ല. പിന്നെ വൈകുന്നേരത്തെ നടക്കുള്ളൂ. അപ്പോൾ ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടാൽ ഗുഡ് നൈറ്റിന് അപ്ലോഡ് ആവുള്ളൂ. അപ്പം എന്നാൽ ശരി ഇട്ടാ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.